കൈപ്പയ്ക്ക ഫ്രൈ അല്ലെങ്കിൽ ബിറ്റർ ഗാർഡ് ഫ്രൈ, അതാണ് ഇന്നത്തെ റെസിപ്പി. വെൽക്കം ടു മൈ ചാനൽ എ കിച്ചൺ ലവർ ബൈ തുളസി. കൈപ്പയ്ക്ക കൊണ്ട് എങ്ങനെ നമുക്ക് എയർ ഫ്രയറിൽ നല്ല ഫ്രൈ ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അതിനായി ഞാൻ സാമാന്യം വലിയ ഒരു കൈപ്പയ്ക്കയാണ് എടുത്തിട്ടുള്ളത്. കൈപ്പയ്ക്ക നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം അതിൻ്റെ ഉള്ളിലെ കുരുവെല്ലാം നമുക്ക് കളഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. വേണമെങ്കിൽ വളരെ കനം കുറച്ചരിയാം, അല്ലെങ്കിൽ നമ്മൾ ഉപ്പേരിക്കോ ഒക്കെ അരിയുന്ന പോലെ കുറച്ച് തിക്കായിട്ട് അരിഞ്ഞാലും കുഴപ്പമില്ല. ഏത് ഷേപ്പിൽ അരിയുന്നത് അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് അരിഞ്ഞെടുക്കാവുന്നതാണ്. പലർക്കും കൈപ്പയ്ക്ക ഇഷ്ടമല്ല അല്ലേ, അതിൻ്റെ കനപ്പ് രസം കൊണ്ട്. പക്ഷേ കൈപ്പയ്ക്ക കൊണ്ട് പലതരം ഉപ്പേരികൾ ഉണ്ടാക്കാം. അതുപോലെ പച്ചടി, കൈപ്പയ്ക്ക പച്ചടി വളരെ ടേസ്റ്റുള്ളൊരു വിഭവമാണ്. എൻ്റെ അമ്മ അത് വളരെ ടേസ്റ്റിൽ ഉണ്ടാക്കി തരാറുണ്ട്. താമസിയാതെ ഞാൻ അതിൻ്റെ റെസിപ്പി ഇടാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് കൈപ്പയ്ക്ക ചെറുതായി അരിഞ്ഞെടുത്തതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ആവശ്യത്തിന്, ആ കൈപ്പയ്ക്കയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ഇട്ടാൽ മതി, കൂടുതൽ ഇടണ്ട. ഇട്ട് നന്നായി മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. റെസ്റ്റ് ചെയ്ത് വെച്ച കൈപ്പയ്ക്കയുടെ നീര് വേണമെങ്കിൽ പിഴിഞ്ഞ് കളയാം. പക്ഷെ അതിൻ്റെ സത്ത് പോയി എന്നാണ് നമ്മൾ പറയുക. കൈപ്പയ്ക്കയുടെ നീര് കളയേണ്ട ആവശ്യമില്ല. അതിലങ്ങനെ തീരെ ഇഷ്ടമില്ലാത്തവർക്ക് കളഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കനപ്പ് രസം ഒന്ന് കുറഞ്ഞ് കിട്ടും കേട്ടോ. പക്ഷെ ആ കനപ്പ് രസമാണ് കൈപ്പയ്ക്കയ്ക്ക് ടേസ്റ്റ് ഉണ്ടാക്കുന്നതല്ലേ. അപ്പം നമുക്ക് ആ കൈപ്പയ്ക്കയിലേക്ക് ആ നീരോട് കൂടി 10 മിനിറ്റിന് ശേഷം നമ്മൾ അതിലേക്ക് 1.5 സ്പൂൺ അരിപ്പൊടിയും 1.5 സ്പൂൺ കടലപ്പൊടിയും ഒരു 1/4 സ്പൂൺ മുളക് പൊടി, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മുളക് പൊടി കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കായംപൊടി, ഇത്രയുമാണ് ചേർക്കുന്നത്. ഞാൻ ഒന്നും കൂടി പറയാം. ഉപ്പ് തേച്ച് പുരട്ടി ആ കൈപ്പയ്ക്കയിലേക്ക് 1.5 സ്പൂൺ അരിപ്പൊടി, 1.5 സ്പൂൺ കടലപ്പൊടി, പിന്നെ നമ്മുടെ ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കായംപൊടിയും, 5 സാധനങ്ങളാണ് അതിൽ ചേർക്കുന്നത്. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് എടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ ഇനി വെള്ളം കുറവാണ് എന്ന് തോന്നിയാൽ മാത്രം 1 സ്പൂണോ അല്ലെങ്കിൽ 2 സ്പൂൺ വെള്ളം ചേർക്കാം. കാരണം വെള്ളം അധികമായിട്ട് ഇതങ്ങനെ കുഴഞ്ഞ് വിട്ടു പോകരുത്. ബജ്ജി ഉണ്ടാക്കുന്ന അത്രയ്ക്ക് വിട്ടു പോകേണ്ട ആവശ്യമില്ല. ലൂസായൊരു മാവല്ല ഇത്, ജസ്റ്റ് ഒന്ന് നമ്മൾ സ്പ്രെഡാക്കി എടുക്കുന്ന പോലത്തെ കൺസിസ്റ്റൻസി ഇതിന് വേണ്ടു. അപ്പോൾ ഒരുവിധം എല്ലാ കഷ്ണങ്ങളിലേക്കും ഇതിൻ്റെ ആ മാവിൻ്റെ അംശങ്ങൾ പറ്റിപ്പിടിച്ചിട്ടുണ്ടാവും. ഇതൊരു മീഡിയം ലെവലിൽ കോട്ടിംഗ് ഉള്ള ഒരു ഫ്രൈ ആണ്. നിങ്ങൾക്ക് കൂടുതൽ കോട്ടിംഗ് വേണം എന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് അരിപ്പൊടിയും കടലപ്പൊടിയും ഇട്ടിട്ട് ചെയ്തെടുത്താലും മതി. ഇതാണ് ടേസ്റ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ. ഇങ്ങനെ നമ്മൾ മിക്സാക്കി വെച്ച ഈ മിശ്രിതത്തിനെ ഒരു 5 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം പിന്നെ പരിപാടികളൊക്കെ വളരെ ഈസിയാണ്. എയർ ഫ്രയർ എടുക്കുക, നമുക്കതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച കൈപ്പയ്ക്കേനെ ഇട്ടിട്ട് 170-ൽ 10 മിനിറ്റ്സ് ആണ് ഫസ്റ്റ് ഞാൻ ചെയ്തെടുക്കുന്നത്. 170-ൽ 10 മിനിറ്റ്സ്. അത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ ഒരു 6 or 7 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളൊന്ന് പുറത്തെടുത്ത് ഒന്ന് ഇളക്കി എടുക്കേണ്ടതാണ്. അത് ഇതിലിടയ്ക്ക് കാണിക്കാൻ മറന്നുപോയതാണ്. അതൊരു 7 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് എടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് സ്പൂൺ എടുത്ത് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ ബാക്കി എല്ലാ ഭാഗങ്ങളിലേക്കും നമുക്കത് ഹീറ്റ് ശരിക്കും വെന്ത് കിട്ടും. ഇത് 10 മിനിറ്റിന് ശേഷം എടുത്തു കഴിഞ്ഞിട്ട് അതിലേക്ക് 1.5 സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്കതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി അതിൽ നന്നായിട്ടൊന്ന് തിരുമ്പിയിട്ട് കഴിഞ്ഞാൽ നല്ല കറിവേപ്പിലയുടെ സ്മെല്ലും കൂടി അതിന് കിട്ടും. കറിവേപ്പിലയും വെളിച്ചെണ്ണയും ഒഴിച്ച് ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എയർ ഫ്രയറിൽ
കുറച്ചും കൂടി കൂടുതൽ, ഒന്നെങ്കിൽ 180 അല്ലെങ്കിൽ 200 ഏത് വെച്ചാലും കുഴപ്പമില്ല. 180 വെക്കുകയാണെങ്കിൽ ഒരു 8 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെയാണ് വെക്കേണ്ടത്. 200ലാണ് ടെമ്പറേച്ചർ വെക്കണമെന്നുണ്ടെങ്കിൽ 8 മിനിറ്റ് വെച്ചാൽ മതി. 180യിൽ വെക്കുമ്പോൾ ഒരു 10 മിനിറ്റ്സ് ഒക്കെ വെക്കേണ്ടി വരും. ഞാൻ വെച്ചത് 180യിൽ 8 മിനിറ്റാണ് വെച്ചത്. വെച്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൈപ്പയ്ക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ടാവും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയാൻ മറക്കരുതേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായമാണ് എൻ്റെ മുന്നോട്ട് പോകാനുള്ള ഊർജം. അതുകൊണ്ട് തന്നെ നല്ലതാണെങ്കിലും പൊട്ടയാണെങ്കിലും ഒന്ന് കമൻ്റായി പറഞ്ഞാൽ അത് നന്നായിരുന്നു. ഇതിലിപ്പം കനം കുറഞ്ഞതൊക്കെ നന്നായിട്ട് പൊട്ടിക്കിട്ടുന്നുണ്ട്. ചിലത് ആയിട്ടില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിലും അതിന് ചൂടാറുമ്പോഴേക്കും അത് നല്ല സ്റ്റിഫായിട്ട് കിട്ടും. ഇതിങ്ങനെ തന്നെ കുപ്പിയിൽ വായു കിടക്കാത്ത എയർ ടൈറ്റ് പാത്രത്തിൽ നമ്മൾ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ 2-3 ദിവസം സുഖമായിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ സൈഡിൽ ഒരു ഫ്രൈ ആയിട്ട് കഴിക്കാൻ പറ്റും. ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയാൻ മറക്കരുത്.